ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനിതയാണ്. നമുക്കൊരു മധുരപ്പിടി ഉണ്ടാക്കാം കേട്ടോ. പിടിയും കോഴിയൊക്കെ എല്ലാവരും അറിയാലോ. വിഭവം റവ വെച്ചിട്ടാണ്. സാധാരണ നമ്മൾ ആ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുക. ഇത് റവ വെച്ചിട്ടാണ് കേട്ടോ. മധുരപ്പിടിയാണ്. റവയും ഈ കാഷ്യൂ അണ്ടിപ്പരിപ്പും ക്യാരറ്റും കുറച്ച് നാളികേരം ഉണ്ടെങ്കിൽ പാലും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ അടുത്ത് ഏത്തപ്പഴം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഏത്തപ്പഴവും ഒരു പിടി സേമിയ ഉള്ളതുകൊണ്ട് അതും കൂടെ എടുത്തുന്നേ ഉള്ളൂ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒറ്റ കപ്പ് കുറച്ചേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഒറ്റ കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് റവ, നമ്മൾ പാക്കറ്റ് വാങ്ങുന്ന റവയാണേ. അതിലേക്ക് നല്ലോണം ഒരു നുള്ളി ജീരകം കേട്ടോ. സാധനത്തിനനുസരിച്ച് ചേർത്താൽ മതി, കുറച്ചേ ഉള്ളൂ. ഒരു തുള്ളി ഉപ്പ് കേട്ടോ. മധുരമുള്ള സാധനം ആയതുകൊണ്ട് ഞാൻ തുള്ളി ഉപ്പാണ് കാണിച്ചു തരുന്നത്. ഒരു പേരിന് ചേർത്താൽ മതി. ഇനി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് കുഴയ്ക്കുകയാണ്. ഇത് തിളച്ച വെള്ളമാണ് കേട്ടോ. എൻ്റെ ഒരു അളവ് എനിക്ക് പറഞ്ഞു തരാനറിയില്ല. റവയ്ക്ക് നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം തിളപ്പിച്ച് വെച്ച വെള്ളമാണേ. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ കുഴച്ചെടുക്കുക. നമ്മൾ പൊടി നനയ്ക്കണ കൂട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് പാകത്തിനാക്കണേ. എനിക്ക് അറിയുന്നതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് ഒഴിക്കുമ്പോൾ അത് പാകമായി വന്നേ ഉള്ളൂ. ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കൂടി പോകരുത്. ഇതിന് ചൂടുണ്ട്, പെരും ചൂടല്ലെങ്കിലും ചൂടുണ്ട് കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇത് നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുക്കാനുള്ളതാണ്. അത് ഇരുന്നൊന്നും കൂടെ ടൈറ്റ് ആവും. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ആ നേരത്ത് നമുക്കവിടെ പാലൊക്കെ വെച്ച് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ. അപ്പം സമയം ലാഭിക്കാനേ ഇതിവിടെ കുഴച്ച് വെച്ചിട്ട് നമുക്ക് ആ പരിപാടി തുടങ്ങാം. നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണേ. അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ പാത്രം അങ്ങ് വേഗം വെച്ചു. പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കോട്ടെ നമ്മുടെ ഉണ്ടാക്കലൊക്കെ. നെയ്യ് ചൂടായുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കേട്ടോ. അതങ്ങോട്ട് വറുത്തിട്ട് നമുക്ക് കോരി എടുക്കണം. ഇത് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. പിന്നെ ഒരു പണിക്ക് നിൽക്കണ്ടല്ലോ. ആദ്യം വറുത്ത് ഇങ്ങോട്ട് കോരി വെച്ചാലേ എളുപ്പമുണ്ട്. മുന്തിരിയും കൂടെ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനം കേട്ടോ. നമുക്കൊരു പണിയേ ഇല്ല. അതായിട്ടുണ്ട്. അതിൽ അവമലിരിക്കണ നെയ്യും കൂടെ കൊണ്ട് ബാക്കിയും കൂടെ മൂത്തോളും. കരിയാൻ നിൽക്കണ്ട. അങ്ങനെ അത് കോരി വെക്കുക കേട്ടോ. ഈ നെയ്യിലേക്ക് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഇങ്ങനെ നമ്മൾ ആ ഉരയ്ക്കുന്നൊരു ഇതുണ്ടല്ലോ, എന്താ അപ്പം അതിന് പറഞ്ഞു തരിക. അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യട്ടോ. ഒരു വലിയൊരു ക്യാരറ്റിൻ്റെ ഒരു പകുതി കഷ്ണം മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. ഒരു നിറത്തിനും ഒക്കെയാണ്. ഇത് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പഴം ഇട്ട് കൊടുക്കുക. രണ്ടും കൂടെ ഒന്ന് കിടന്ന് അങ്ങനെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. കുറച്ചൊന്നും ഇങ്ങനെ ഒന്ന് നെയ്യിലൊന്ന് വരണ്ട് വരട്ടെ. ഇതൊരു 2 മിനിറ്റ് ആയി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആ സേമിയ കുടഞ്ഞിട്ട് കൊടുക്കുകയാണേ. സേമിയ ഇങ്ങനെ ഇതിലേക്ക് വറുത്തോണമെന്നൊന്നുമില്ല, അല്ലാതെ ചേർത്താലും മതി. ഞാനതിൽ ഇട്ടുവെന്നേ ഉള്ളൂ. നമ്മൾ സേമിയ ഇട്ടു. അതിങ്ങനെ ഒന്നും ഇങ്ങോട്ടൊന്ന് ഇളക്കുക. ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കേട്ടോ. വളരെ കുറച്ച് സമയം മതി. നെയ്യിൽ കണ്ടോ അതിങ്ങോട്ട് മുങ്ങിയുണ്ട്. ഒറ്റ പിടി നാളികേരം കേട്ടോ. ഒരു പിടിയില്ല. കടിക്കുമ്പോൾ ഒരു രസമാണല്ലോ എന്ന് വിചാരിച്ചിട്ടായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊക്കെ ചേരുമ്പോഴാണല്ലോ രുചി. ഇതിലേക്ക് നമുക്കൊരു ഇഷ്ടത്തിനുള്ളൊരു പഞ്ചസാര കേട്ടോ. നമുക്ക് എത്ര വേണം എന്നുള്ളതനുസരിച്ച് ഒരു മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെറിയ സ്പൂണാണ്, 4-5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി പാലൊക്കെ ചേർക്കും നമ്മളിതിലേക്ക്. അപ്പോൾ നമുക്ക് മധുരം പോരെന്ന് തോന്നിയാൽ വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളമാണ് കേട്ടോ. അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മളത് നേരത്തെ വെച്ചതാട്ടോ. ഇത് നമ്മൾ മാവ് ഇങ്ങനെ കുഴച്ച് വെച്ചിരുന്നല്ലോ. അപ്പം അതെടുത്തിട്ട് അത് അപ്പുറത്ത് കിടന്ന് നമ്മുടെ സാധനങ്ങൾ വെന്ത് വരുമ്പോൾ വേകാനൊന്നുമില്ല. എന്നാലും അതങ്ങനെ ഇരുന്ന് ആ വെള്ളത്തിലൊന്ന് വേകട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാലൊഴിക്കണം. ആ നേരം കൊണ്ട് നമ്മുടെ ഈ മാവ് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി എടുക്കുക കേട്ടോ. അതാ ഇങ്ങനത്തെ കുഞ്ഞു ബോളുകളാക്കുക. നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒപ്പം കൂട്ടിയൊക്കെ ചെയ്താൽ മതി എളുപ്പത്തിന്. പിള്ളേർക്കാകുമ്പോൾ ഇഷ്ടമാവും ചെയ്ത് ഉണ്ടാക്കണതിൻ്റെ അടുത്ത് വന്ന് നിൽക്കും ചെയ്യാം.
ഇതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇതങ്ങോട്ട് കാണിച്ചു കണ്ടോ, പാലിങ്ങനെ അതിൽ തിളച്ച് തുടങ്ങി. അപ്പം നമുക്കത് കണ്ടോ, ഇതിങ്ങനെ പിടി ഉരുട്ടി വെച്ചിരിക്കുകയാണ്. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കിടന്നിട്ടൊന്നാവണം. ഞാൻ പിന്നെയും കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടു, നേരത്തെ ചേർത്തതിന് ഇതും കൂടെ ഇടുമ്പോൾ ഉള്ള മധുരം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തിളച്ചതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒട്ടാതെ ഇട്ട് കൊടുക്കണം, ഒട്ടിയാൽ പിന്നെ കട്ട പിടിച്ച് പോകും. ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കണേ, മറ്റേ ഉടഞ്ഞു പോകില്ല. തിളച്ച വെള്ളത്തേക്കൊക്കെ അല്ല, പാലിലേക്ക് വീണതുകൊണ്ട്. തിളച്ച വെള്ളമല്ല, പാലിലേക്ക്. എന്നിട്ട് ഞാനൊരു 4 മണി ഏലക്കതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിക്കുകയല്ല, ഒന്ന് ചതച്ചിട്ടിട്ട് കേട്ടോ. കണ്ടമാനം വേണ്ട, ഒരു 4 മണി മതി കേട്ടോ, ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. നമ്മളിതിനെ ഓഫാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ റവയുടെ പിന്നെ ബോൾസുകളാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെ നിൽക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ ഓഫ് ചെയ്യണം. അപ്പം നമ്മളത് കഴിക്കാനാകുമ്പോഴത്തേക്ക് ലേശം കുറുകിയിട്ടായിരിക്കും. അപ്പം ഇതിൽ നമ്മൾ റവയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അത് തിളച്ച വെള്ളത്തിൽ കുഴച്ചത് കൊണ്ടേ ഇങ്ങനെ നമ്മൾ റവയാണ് കുഴച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ നിൽക്കണ പാകത്തിന് നമ്മളിത് ഓഫ് ചെയ്യണം. അപ്പം ഇത് നമ്മുടെ ചൂട് പാകമായി വരുമ്പോഴത്തേക്ക് ലേശം കുറുകിയിരിക്കുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് കുറുകി കഴിഞ്ഞാൽ ഈ പരുവം മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സമയമാകുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മളിങ്ങനെ വറുത്ത് വെച്ചിരുന്നല്ലോ, അപ്പം അതിങ്ങനെ എൻ്റെ മുകളിൽ തൂവിയിട്ട് ഇവിടെ വെച്ച് പോവുക. ഈ പാത്രം ഒന്ന് ഇരുന്ന് എൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ. ഇനി ഇതിൻ്റെ ഒരു പാകത്തിനൊന്ന് ആവട്ടെ, അത് ഇരുന്നിട്ട് അങ്ങനെ ഇനി ചൂടാറിയിട്ട് നമ്മൾ കഴിക്കുക. വിളമ്പുമ്പോൾ കാണിക്കും കേട്ടോ. നെയ്യൊക്കെ ഇങ്ങനെ വറുത്തിട്ട പാത്രത്തിൽ ഇതിലൊക്കെ നമുക്ക് വിളമ്പാം. അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ, അതവിടെ ഒന്ന് ഇരിക്കട്ടെ, ഇരുന്നൊരു പാകമാവട്ടെ. പിന്നെ നമ്മൾ അടച്ച് വെക്കരുത്, ഇങ്ങനെ അടച്ച് വെക്കരുത്. മധുരം പായസം പോലെയുള്ള സാധനങ്ങൾ ഇങ്ങനെ ആവി വെള്ളം വീഴുന്ന പോലെ അടച്ച് വെക്കരുത്. അപ്പം നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് തുറന്നിട്ടാണ് ഇത് അടച്ച് വയ്ക്കുന്നത് കേട്ടോ. പകുതി ഭാഗം തുറന്നിരിക്കുന്ന കൂട്ടാണ്. ഇനി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പുറത്തേക്ക് വെള്ളം വീഴ്ച വേണം. ആ വെള്ളമൊന്നും അതിൽ വീഴരുത്. നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. കണ്ടോ, അതങ്ങനെ ആ പരുവത്തിൽ ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് വെള്ളം കണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് കഴിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ടാണ് വരിക. അങ്ങനെ കുറച്ച് ലൂസിൽ വേണം ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിലും കുറച്ച് നീട്ടം വേണമെന്നുള്ളവർക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ലൂസാക്കും ചെയ്യാം കേട്ടോ. അണ്ടിപ്പരിപ്പിട്ട പാത്രം ഇവിടെ ഇങ്ങനെ അതിന് ഇത് വിളമ്പാൻ വേണ്ടി വെച്ചതായിരുന്നു. എന്താ രസമാണ് ബൗളും കണ്ടു, ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഇങ്ങനെ കിടക്കണ കാണാൻ നല്ല ഭംഗി. അപ്പം ഞാൻ തന്നെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഓ, നല്ല രസമുണ്ട്. ബോളിങ്ങനെ കടിക്കുമ്പോൾ മധുരമല്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ മധുരത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല രസം. അപ്പോൾ ഇനി എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എളുപ്പമാണ്. ഞാൻ ഉണ്ടാക്കണ നിങ്ങൾ കണ്ടല്ലോ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കി കഴിഞ്ഞതെന്നറിയാം. ഷൂട്ട് ചെയ്യാനായിട്ട് വരെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.